ഷീന, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഒരു കാര്യം പറയുന്നത്, ഷീനയുടെ ആ ഫ്രെയിം കാണാൻ ഭയങ്കര രസമുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്രെയിമാണ് ഷീന നിൽക്കുന്നത്. ഈ സ്ഥലത്തെ കാഴ്ചകൾ, അതിനൊപ്പം തന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് കൊച്ചിയിൽ വേറെ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ഈ ക്യൂൻസ് വാക്ക്വേയുടെ ഒരു സമീപത്ത്. അവിടെ നമ്മൾ രാവിലെ ഒരു 6 മണിക്കൊക്കെ പോയാലും ഇങ്ങനെ ഈ പ്രാവുകൾ കൂട്ടത്തോടെത്തി പറന്നു. അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ്. ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ്. പറയൂ ഷീന, അപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ആദ്യം തന്നെ ചെയ്തു പറയാനുള്ളത്, ഈ ഫ്രെയിം കാണാൻ ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാമറമാൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ശ്രേയസ് ആണ് എനിക്ക് ഫ്രെയിം വെച്ചിട്ടുള്ളത്, അവനാണ് ഫ്രെയിം വെച്ചതെന്ന് പറയണമെന്ന് അവൻ അവിടെ നിന്ന് എന്നോട് കയ്യും കാലും കാണിച്ച് പറയുന്നുണ്ട്. അപ്പൊ ശ്രേയസ് ആണെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. നമ്മൾ സ്റ്റോറിക്ക് എടുത്ത ആ സ്ഥലം അത് തന്നെയാണ്. ഇത് ദർബാർ ഹാളാണ്. എനിക്ക് പുറകിൽ കാണാം നമുക്ക് ആ പ്രാവുകളെ. ഒപ്പം ഈ പ്രാവുകൾ ഇത്രയും നേരം ഇവിടെ ഇത്രയധികം ആളുകൾ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കുന്നതിനായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ ആദ്യം കണ്ടൊരു കൗതുക കാഴ്ച എന്ന് പറയുന്നത്, ഒരമ്മ വന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ പ്രാവുകളെ കാണണോ, കാണിച്ചു തരാമെന്ന് പറഞ്ഞ അമ്മ മക്കൾക്ക് വീഡിയോ കോൾ ചെയ്ത് പ്രാവുകളെ കാണിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വന്നപ്പോൾ കണ്ടത്. ഇവിടെ എല്ലാവരും സ്ഥിരമായിട്ട് അതിരാവിലെ നടക്കാനൊക്കെ വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ 4 മണി മുതൽ ഈ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നതിനായിട്ട് ആളുകൾ വരും അത്രേ. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് 2-3 ദിവസം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിരുന്നു ഇത്. കാരണം ഇത് ഒരു ദിവസത്തെ കാഴ്ച ആണോ എന്നറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 2-3 ദിവസം നമ്മൾ നോക്കിയിരുന്നു. അപ്പോഴൊക്കെ കഴിഞ്ഞ 10 വർഷമായിട്ട് സ്ഥിരമായിട്ട് കുറച്ച് ആളുകൾ ഇവിടെ വരികയും ഈ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി, തീറ്റ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടി വരികയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ പ്രാവുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമുണ്ട്, ഗോതമ്പാണ്. ഗോതമ്പ് വിതറുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കാണുന്ന മേൽക്കൂരയ്ക്ക് മുകളിലായിരിക്കും ഈ പ്രാവുകളെല്ലാം പോയി ഇരിക്കുക. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗോതമ്പ് ഇവിടെ വിതറുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രാവുകളൊക്കെ പിന്നെയും തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഇതിന് തൊട്ടടുത്താണ് നമ്മുടെ എറണാകുളത്തപ്പൻ്റെ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്നവരൊക്കെ അവരുടെ ഒരു വിശ്വാസം കൂടിയാണെന്ന്. ഈ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് അന്നം മുട്ടില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ വേറെ ഭാഷയിലൊക്കെയാണ് അവർ സംസാരിച്ചത്. കൂടുതലും ഇതര സംസ്ഥാനക്കാരാണ് ഞാൻ കണ്ടതിൽ കൂടുതലും. അത്തരമുള്ള ആളുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പറയുന്നത്, ഇവർക്ക് സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് ഇതുവരെയും ഞങ്ങളുടെ ഭക്ഷണത്തിന് കുറവ് വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ അത്തരം വിശ്വാസങ്ങളൊക്കെ നിലനിർത്തി പോരുന്നുണ്ട്. അത് തന്നെയല്ലാതെ കുട്ടികളുമായിട്ട് വരികയാണെങ്കിൽ, നാളെ ശനിയാഴ്ച രാവിലെയൊക്കെ ആണെങ്കിൽ കുറച്ചധികം കുട്ടികളും ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഈ കുട്ടികളും പ്രാവിൻ്റെ കൂടെ കളിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപ് നമുക്കറിയാം, ഈ പക്ഷിപ്പനി വന്ന സമയത്തൊക്കെ ഈ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പറ്റില്ല എന്ന് പറഞ്ഞ് നിരോധിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇവിടെ ഫ്ലെക്സുകളൊക്കെ വെച്ചിരുന്നു, അതായത് ബോർഡുകളൊക്കെ, ചെറിയ ബോർഡുകളൊക്കെ വെച്ചിരുന്നു, പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കരുത്, പക്ഷിപ്പനി പകരുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെ. പക്ഷേ എന്നിട്ട് പോലും ഈ പ്രാവുകളുടെ അന്നം മുട്ടരുത് എന്ന് ആഗ്രഹിച്ച ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന വിവരം. അങ്ങനെയുള്ള മനുഷ്യത്വമുള്ള ഒത്തിരി മനുഷ്യന്മാർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൂടെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഷീന പറഞ്ഞ പോലെ നല്ല രസമുണ്ട്, നല്ല ഫ്രെയിമാണ്. പിന്നെ ശ്രേയസിന്റെ ഫ്രെയിമാണ് ഇത് എന്നുകൂടി ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. ഓക്കെ ഷീന, ബൈ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മനോഹരമായ കാഴ്ചകളൊക്കെ ഇനിയും നമ്മുടെ ഓരോ സ്ഥലത്തു നിന്നും കാണാൻ. ഈ പ്രഭാതങ്ങളിലെ കാഴ്ച, നമ്മുടെ കൊച്ചിയിലെ, നമുക്ക് സാധാരണ കൊച്ചി വ്യവസായ നഗരമാണ്, ഭയങ്കര തിരക്കാണെന്നൊക്കെ പറയുമ്പോഴും നല്ല മനോഹരമായ കാഴ്ചകളുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കും നിങ്ങളുടെ നഗരത്തിലൊക്കെ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം കേട്ടോ. ന്യൂസ് മലയാളത്തെ ബന്ധപ്പെടുവാണെങ്കിൽ ആ കാഴ്ചകളൊക്കെ ഞങ്ങൾ അവിടേക്ക് എത്തുന്നതായിരിക്കും. ആ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായി.